നാളത്തെ ഫിസിക്സ് പരീക്ഷയിൽ 20 മാർക്കിനായിരിക്കും മിനിമം ഡെറിവേഷൻ വരിക. ആ ഡെറിവേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഈ വീഡിയോ കാണാം. കാരണം ആ 20 മാർക്കിൽ ഒരു 16 മാർക്കിനെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ തന്നെയായിരിക്കും വരിക. ഞാൻ ഈ പറയാൻ പോകുന്ന ഡെറിവേഷൻ തന്നെയായിരിക്കും വരാൻ പോകുന്നത്, ഒരു സംശയമില്ല. ഓക്കെ, അപ്പോൾ അതേതാണ് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇതൊക്കെ എവിടെ നിന്നാണ് പഠിക്കാൻ പോകുന്ന ഡെറിവേഷൻസ്? ഇന്ന് വൈകുന്നേരം നമ്മൾ എല്ലാ ഡെറിവേഷൻസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് അല്ലാത്ത എല്ലാ ഡെറിവേഷൻ്റെ ലൈവ് നമ്മൾ എടുക്കുന്നുണ്ട്. ആ ലൈവിൽ വന്നിരിക്കുക. അതിൽ ഇമ്പോർട്ടൻറ്റ് കൂടിയത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അതിൽ പറഞ്ഞുതരും എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഇമ്പോർട്ടൻറ്റ് കുറവുള്ളത് ഇമ്പോർട്ടൻസ് കുറവോടെ പഠിക്കുക. മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല വിചാരിക്കുക, പിന്നീട് പഠിക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റിൽ കണ്ട ഫുൾ ഡെറിവേഷൻ പഠിക്കുകയും ചെയ്യാം. ആ 20 മാർക്ക് ഞാൻ കുറച്ച് പറയുന്നതാണ്. കഴിഞ്ഞ വർഷം 23 മാർക്കിനൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഓരോ ചാപ്റ്റർ വൈസ് പോകാം. മോഷൻ സ്ട്രൈറ്റ് ലൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. കാരണം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ ഡെറിവേഷൻസ് ഒന്നുമില്ല. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിയസ് ഡൈമെൻഷൻസ് ഡെറിവേഷൻസ് അല്ല കേട്ടോ. മോഷൻ സ്ട്രൈറ്റ് ലൈനിലേക്ക് വരുമ്പോൾ ഈ 3 ഡെറിവേഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതില്ലാത്ത പേപ്പർ നിങ്ങൾ പബ്ലിക് എക്സാമിൽ ഒരു വർഷം പോലും കാണില്ല. ബാക്കിയുള്ള ഈ കുഞ്ഞു ഡെറിവേഷൻസ് ഒന്നും റിലേറ്റീവ്ലി ഇമ്പോർട്ടൻസ് ഇല്ലാത്തതാണ്, വല്ലപ്പോഴൊക്കെ പരീക്ഷ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ മോഷൻ്റെ പ്ലെയിനിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റാർ ഇട്ട കാണുന്നതാ ഈ ഒരു ഫോർമുല ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആയിട്ട് ഇതിന് സ്റ്റാർ ഇടാൻ വിട്ടു കേട്ടോ. ഇതാ ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഓഫ് പാത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇത്രയും പഠിച്ചു വെക്കണം, ഇത് എന്തായാലും പഠിച്ചു ചോദിക്കും. പിന്നെ V = ω/r സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പൊതുവേ ഡെറിവേഷൻ കൂടിയ ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്, ഇത് പഠിച്ചു വെക്കണം. അതില്ലാത്തത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ക്ലിയർ ആണല്ലോ മക്കൾ, അത് പഠിച്ചിരിക്കണം. ലോസ് ഓഫ് മോഷനിലേക്ക് വരുമ്പോൾ F = ma ഡെറിവേഷൻ, ദാറ്റ് ഈസ് ബേസിക്കലി F = dp/dt എന്ന് F = ma എത്തുന്ന ഡെറിവേഷൻ എന്ന് വിളിക്കാൻ മാത്രമല്ല 2 സ്റ്റെപ്പേ ഉള്ളൂ, അത് നമുക്ക് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം യൂസിങ് സെക്കൻഡ് ലോ എപ്പോഴും ചോദിക്കുന്നതാണ്. തേർഡ് ലോയും പഠിച്ച് വെച്ചേക്ക്, പക്ഷേ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. റീകോൾ വെലോസിറ്റി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ ഓഫ് റീപോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആംഗിൾ ഓഫ് റീപോസ്? ബേസിക്കലി ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ സാധനം നിൽക്കുമ്പോൾ എപ്പോഴാണ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്ന ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റീപോസ് വിളിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കുലർ ലെവൽ റോഡിൽ നമ്മുടെ മാക്സിമം സേഫ് സ്പീഡിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് ഓഫ് റോഡ്സിൻ്റെ മാക്സിമം സേഫ് സ്പീഡ് ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ് ഈ ചാപ്റ്ററിൽ? ഇതാണ് 4 മാർക്കിന് ചോദിക്കുന്നത്. പഠിച്ചു വെച്ചോ. ഓക്കെ, ഇന്ന് വൈകുന്നേരം എല്ലാം പഠിപ്പിക്കും വന്നിരിക്കാത്രേ ഉള്ളൂ. വർക്ക് എനർജി പവറിൽ വർക്ക് എനർജി തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ് U = ½ kx² ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇലാസ്റ്റിക് കൊളിഷൻ ആണ് ഇമ്പോർട്ടൻ്റ്. ബാക്കിയുള്ള ഡെറിവേഷൻസ് ഉണ്ട്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്, പഠിച്ചിരിക്കേണ്ട, ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. റൊട്ടേഷനിൽ ആകെ 2 ഉള്ളൂ, അത് പഠിച്ചു വെക്കാത്രേ ഉള്ളൂ. ഗ്രാവിറ്റേഷനിൽ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കാരണം അതിൽ ഭയങ്കര ഡെറിവേഷൻസേ ഉള്ളൂ ചാപ്റ്റർ, എനിക്ക് കുഞ്ഞു പ്രോബ്ലംസ് ഉള്ളൂ. അത് ഇമ്പോർട്ടൻസ് കുറവുള്ളതാണ് കെപ്ലർസ് ലോൻ്റെ പ്രൂഫാണ്. ബാക്കിയെല്ലാം തന്നെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്. എല്ലാം പെട്ടെന്ന് 2 സ്റ്റെപ്പിലും 3 സ്റ്റെപ്പിലും തീരുന്ന ഡെറിവേഷനാണ്. അപ്പോൾ ഈസി ആയിട്ട് പഠിക്കാവുന്നുള്ളൂ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ 3 ഡെറിവേഷൻ ഉള്ളൂ, അത് എന്തായാലും ചോദിക്കും, പഠിച്ചു വെച്ചേക്കും. ഫ്ലൂയിഡ്സിൽ കുറേ ഡെറിവേഷൻ, ഏറ്റവും കൂടുതൽ ഡെറിവേഷൻ 12 ഡെറിവേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ ആക്ച്വലി ഉള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ട്. ബെർണൂളിസ് പ്രിൻസിപ്പിൾ ചെയ്യാത്ത പേപ്പർ ഉണ്ടാവില്ല. ടെർമിനൽ വെലോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസ് പ്രഷർ ഇൻ ലിക്വിഡ് ഡ്രോപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ റേറ്റ്, ഇത്രയാണ് ഇമ്പോർട്ടൻസ് കുറവുള്ള ഡെറിവേഷൻസും ഈ ചാപ്റ്ററിലുണ്ട്. ഓക്കെ മക്കളെ, നെക്സ്റ്റ് നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസ് വരുമ്പോൾ 2 ഡെറിവേഷൻ ഉള്ളൂ, നമ്മൾ പഠിച്ചേക്ക്, പരിപാടി തീർക്കുക. തെർമോഡൈനാമിക്സിൽ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐസോ തെർമൽ പ്രോസസ്സ്, അഡിയബാഡിക് പ്രോസസ്സ്. ഐസോബാറിക്കും ഐസോകോറിക്കും 2 സ്റ്റെപ്പേ ഉള്ളൂ. ഐസോകോറിക്ക് ഇല്ല, വർക്കില്ല, അപ്പോൾ പിന്നെ ഒരു ഡെറിവേഷൻ പഠിക്കാൻ മാത്രമൊന്നുമില്ല. ഐസോബാറിക് എന്താണ്, അതിൽ 2 സ്റ്റെപ്പ് ഉള്ളത്, തീർക്കാവുന്നുള്ളൂ. മേയേഴ്സ് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. എഫിഷ്യൻസി ഓഫ് കാർബൺ എഞ്ചിന് ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ വർക്കിംഗ് ഓഫ് കാർബൺ എഞ്ചിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ ഡെറിവേഷൻ ഇവിടെ കൊടുത്തില്ല എന്നുള്ളൂ. വർക്കിംഗ് ഓഫ് കാർബൺ എഞ്ചിൻ പഠിച്ചു വെച്ചോ. കഴിഞ്ഞ ദിവസം നമ്മൾ തെർമോഡൈനാമിക്സിൻ ലൈവിൽ നമ്മൾ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട്, അത് പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്, ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് മനസ്സിലായി. ഈ ഡെറിവേഷൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പഠിച്ചു പോയാൽ എന്തായാലും മാർക്ക് കിട്ടും. കാരണം ഇതിലെന്താണ് സർപ്രൈസിൻ്റെ എലമെൻ്റ് ഒന്നും ഇല്ല, ഇത് പഠിച്ചാൽ ആ മാർക്ക് കിട്ടും. അപ്പോൾ 20 അല്ലെങ്കിൽ 25 മാർക്ക് എളുപ്പത്തിൽ ഉറപ്പായിട്ട് കിട്ടാവുന്ന എന്താണ്, ആ ഡെറിവേഷൻസ് ആണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ലൈവിൽ പഠിക്കാൻ റെഡി ആയിക്കോളൂ. ഇന്ന് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ എന്ത് ചെയ്യാം, ഷുവർ ക്വസ്റ്റൻസ് ചെയ്യാം. അതിൽ ഡെറിവേഷൻസ് ഒന്നും എടുക്കില്ല, അതിൽ ഫുൾ പ്രോബ്ലംസും അല്ലാത്ത ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതും കൂടി കഴിഞ്ഞാൽ പരീക്ഷ സെറ്റാണ്, ഒന്നും ആലോചിക്കാനില്ല. ഓക്കെ, അത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല മക്കളെ. നമുക്കിനി ലൈവിൽ കാണാം. ബൈ.